And I was like, എടാ എൻ്റെ ഓറിയൻറ്റേഷൻ ഡിഫറെൻ്റ് ആണെങ്കിൽ ഹു നോസ് ഐ മൈറ്റ് ഫോൾ ഫോർ യു. എൻ്റെ ആളുകൾ തമ്മിൽ പാരൻസിൻ്റെയും അല്ലെങ്കിൽ സൊസൈറ്റിയുടെയൊക്കെ ആ ഒരു വീക്ഷണകോണിൽ നിന്ന് പുറത്തു പോയിട്ട് ഇഫ് ദേ ആർ ഡൂയിങ് സംതിങ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു സെയിം ദാറ്റ് ഐഷു ഞാൻ ഇതുവരെയും ഡേറ്റ് ചെയ്തിട്ടില്ല, ക്യാൻ യു ബിലീവ് ദാറ്റ്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാ തോന്നുന്നു ഞാൻ എന്തോ വലിയ പുള്ളിയാണെന്ന്. ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ഡേറ്റിംഗ് എറ്റിക്വിറ്റ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കുറച്ച് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഡേറ്റിംഗ് മാനേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാനായി പോകുന്നത്. സോ നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ, പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ, ആൻഡ് ഇഫ് യു വോണ്ട് ടു നോ മോർ അബൌട്ട് ഡേറ്റിംഗ്, ഞാൻ ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് അബൌട്ട് ഡേറ്റിംഗ്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റായിട്ട് പോയി ആ വീഡിയോസ് കാണാം, അല്ലെങ്കിൽ ഓർ യു ക്യാൻ ഗോ ടു മൈ ചാനൽ ആൻഡ് വാച്ച് ദ വീഡിയോസ്. സോ ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്ന് കേരളത്തിലെ മേജർ ഡേറ്റിംഗ് സീൻസിനെ കുറിച്ച്, പിന്നെ മേജർ ആപ്പുകൾ എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ പൊതുവായിട്ടുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ്, അതിനോടൊപ്പം തന്നെ കുറച്ച് എക്സ്പീരിയൻസസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഈ കഴിഞ്ഞ ഡേറ്റിംഗ് വീഡിയോസിലൊക്കെ കൂടുതൽ പേരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഡേറ്റിംഗ് മാനേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റിങ്ങിന് പോകുമ്പോൾ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്, ഡേറ്റിംഗ് എറ്റിക്വിറ്റ്സിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഐ തോട്ട് ഓഫ് ഡൂയിങ് ദിസ് വീഡിയോ. സോ അതുമാത്രമല്ല, ഡേറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി വളരെ ശൈശവാവസ്ഥയിൽ നിൽക്കുന്ന ഒന്നാണ്. So I thought it is important to do such videos. ഓരോരുത്തർമാരെ കുറ്റിയും മറിച്ച് ഇറങ്ങിക്കോളും നമ്മുടെ സംസ്കാരം ഇല്ലാണ്ടാക്കാനായിട്ട്. ആൻഡ് ഇത് ഞാൻ പറയാൻ പോകുന്ന ഡേറ്റിംഗ് മാനേഴ്സ് എൻ്റെ മാത്രം അഭിപ്രായങ്ങളല്ല. ഐ ടോക്ട് വിത്ത് സം ഓഫ് മൈ ഫ്രണ്ട്സ്. ചിലർ ഡേറ്റിംഗ് ചെയ്യുന്നവരാണ്, ചിലർ ഓൾറെഡി ഡേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞവരാണ്, ചിലർ ഡേറ്റിംഗ് ചെയ്തിട്ടേ ഇല്ല, ചിലർ ഡേറ്റിംഗ് ചെയ്തിട്ട് കല്യാണം കഴിച്ചവരാണ്. സോ അവരുടെ അഭിപ്രായങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും കൂടെ ചേർത്ത് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ബ്രിങ്സ് മീ ടു ദിസ് വീഡിയോ. ഡേറ്റിങ്ങിന് പോകുമ്പോൾ ആണായാലും പെണ്ണായാലും നോൺ നെഗോഷ്യബിളി ഫോളോ ചെയ്യേണ്ട ഡേറ്റിംഗ് മാനേഴ്സ് എന്തൊക്കെയാണ്? ഓരോരുത്തർമാരെ കുറ്റിയും മറിച്ച് ഇറങ്ങിക്കോളും നമ്മുടെ സംസ്കാരം ഇല്ലാണ്ടാക്കാനായിട്ട്. മാനേഴ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഞാനിവിടെ പറയുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് പോയിന്റ്, മീറ്റിങ്ങിന് പിക്ക് ചെയ്യുന്ന സ്ഥലം, പ്ലേസ്. Pick a place which is comfortable for both the parties. Check if the other person is vegetarian or not. ചില ആൾക്കാർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ തന്നെ നോൺ വെജ് പ്രിപ്പയർ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് അവർക്ക് കഴിക്കാൻ പറ്റുന്നൊരു ബുദ്ധിമുട്ട് കാണും. സോ ഇതൊക്കെ ചോദിച്ചു വെക്കാം. സോ അവരുടെ ഫുഡിങ് ഹാബിറ്റ്സ് അറിയുന്നതിൽ കൂടെ ഇറ്റ് ഈസ് എ ഗേറ്റ് വേ ടു നോ ദം ബെറ്റർ. അവരെക്കുറിച്ചും പിന്നെ അവരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിന് ഇറ്റ്സ് എ ബെറ്റർ വേ. ഇനി എന്താ കഴിക്കുന്നത്? മാഗി എന്താ കഴിക്കുന്നത്? എനിക്ക് പറയൂ, എന്നോട് പറയൂ. ബേസിക്കലി ഇത് ഡേറ്റിങ്ങിന് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് മാറുന്നു. പിന്നെ ആദ്യം സംസാരിക്കാനുണ്ടാകുന്ന ഒരു ഓക്വേർഡ്നെസ് ഒക്കെ അല്ലേ ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും, അതൊക്കെ ഇതിലൂടെ അങ്ങ് മാറും. ഹലോ 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 ഹലോ. ആൻഡ് രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് പേയ്മെന്റിനെ കുറിച്ച്. ആര് ബില്ല് പേ ചെയ്യും? I will pay the bill. No, today I will pay the bill. No. Today I must pay the bill. I won't allow you to pay the bill. I must pay. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഏത് ജെൻഡറിൽപ്പെട്ട ആളായാലും, അതിപ്പോൾ ആണായാലും പെണ്ണായാലും, ഡേറ്റിങ്ങിന് പോവുകയാണെങ്കിൽ ഓൾവേസ് ഹാവ് മണി വിത്ത് യു. നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലം മാത്രം ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു കണക്ഷൻ അത് ഫെർദർ മുന്നിലേക്ക് പോകാം, അതൊരു സീരിയസ് കണക്ഷനായിട്ട് മാറിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ ഗുഡ് ബൈ പറഞ്ഞേക്കാം. സോ എന്തായാലും ബില്ല് കൊടുക്കാൻ സന്നദ്ധരായിട്ട് തന്നെ രണ്ടുപേരും പോവുക. പിന്നെ അതിനുശേഷം അവിടെ ചെന്നിട്ട് ബില്ല് സ്പ്ലിറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ പൈസ കൊടുത്തില്ല എന്നൊരു മുഷിപ്പ് തോന്നുക, അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഈ കാണാൻ പോകുന്ന പേഴ്സണെ നിങ്ങൾ ഇനി ഭാവിയിൽ കാണില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓൾവേസ് പേ യുവർ ബിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ മാറ്റർ ഓഫ് സെൽഫ് റെസ്പെക്ട്. ആൻഡ് തേർഡ് വൺ, പലപ്പോഴും നമ്മൾ പോകുന്ന ഡേറ്റുകൾ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയർന്നില്ല എന്ന് വരാം. അതൊരു 90% അങ്ങനെ ആയിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ അങ്ങനെയാണ്. ഒരു 90%
ശരിയാവില്ല എന്നൊരു മോഡിൽ തന്നെയാണ് എല്ലാ ഡേറ്റുകളും അവസാനിക്കാറ്. സോ പറഞ്ഞു വരുന്നത്, ഇഫ് യു ആർ ഷുവർ ദാറ്റ് ഇനി ഈ പേഴ്സണുമായിട്ട് ഇനിയൊരു ഡേറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇനി അത് മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഫർദർ പിന്നെ സംസാരിച്ച് അടുത്തിടപഴകി അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഓൾവേസ് ഗിവ് എ ഹിൻറ്റ്. ഒരു ഹിൻറ്റ് കൊടുത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങാം. എടാ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഐ എം എക്സ്പെക്ടിങ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ തിങ് എന്ന് വല്ലതും പറഞ്ഞൊരു ഹിൻറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കുക. അല്ലാതെ ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ കൊടുക്കാതിരിക്കുക. We should do this again sometime. Yeah, look, Chad. Yeah. I don't think we're really a match. ഇത് പറഞ്ഞപ്പോൾ ആൻഡ് ഫിഫ്ത്ത് വൺ, ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റില്ല എന്ന് വരാം. ഓക്കെ, സോ എടാ എനിക്കിപ്പോൾ ഒരു ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് കുറച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ അറിയാനായിട്ടുണ്ട്, ഓർ ഐ എം കൺഫ്യൂസ്ഡ്. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഓക്കെ ടു സേ ദാറ്റ് എനിക്കിപ്പോൾ ഒരു ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ല, ഞാൻ ചിന്തിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ വി ക്യാൻ പ്രൊസീഡ് വിത്ത് ദിസ് ആൻഡ് നമുക്കല്ലാതെ തീരുമാനിക്കാം. സോ ചാടി കയറി ഒരു യെസ് ഓർ നോ പറയണം എന്നില്ല. അങ്ങനെ ഒരു യെസ് ഓർ നോ പറഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യണം എന്നില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഓക്കെ ടു സേ ദാറ്റ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദിസ്. അത് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഡേറ്റിംഗ് മാനേഴ്സിനെ കുറിച്ച് ചോദിച്ച് എൻ്റെ ഫോണിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്കിങ് മൈ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഡേറ്റിംഗ് മാനേഴ്സ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡു ടെൽ മീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരത്തി ഇസ് എ വെരി എക്സലൻറ്റ് വുമൺ. ഓക്കെ, ഒരു എക്സലൻറ്റ് ഗേൾ. അതിപ്പോൾ എഡ്യൂക്കേഷൻ ആയാലും സ്വഭാവത്തിലായാലും വളരെ നല്ലൊരു കുട്ടിയാണ്. ഐ ലവ് ഹർ. ഷീ സച്ച് എ ഡാർലിംഗ്. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോടൊന്ന് പറഞ്ഞു, എടാ നിനക്കറിയോ ഞാൻ ഇതുവരെയും ബംബിൾ യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതുവരെയും ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അവളുടെ എന്തോ ഒരു കുറവ് കണക്ക് പറഞ്ഞു. ആൻഡ് ഐ വാസ് ലൈക്ക്, എടാ കം ഓൺ, ഇഫ് മൈ ഓറിയൻറ്റേഷൻ വാസ് ഡിഫറെൻറ്റ്, ഹൂ നോസ് ഐ മൈറ്റ് ഫോൾ ഫോർ യു. അത്രയ്ക്കൊരു കിടിലം കുട്ടിയാണത്. സോ സി, ഇപ്പം നിങ്ങൾ ഡേറ്റിങ്ങിന് പോകുന്നില്ല, അല്ലെങ്കിൽ ദിസ് ഡസൻറ്റ് ഡിഫൈൻ യു അറ്റ് ഓൾ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇച്ചിരി എക്സ്ട്രോവേർട്ടഡ് ആണ്, ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു കണക്ട് വിത്ത് പീപ്പിൾ. ദാറ്റ് ഡസൻറ്റ് ഡിഫൈൻ എന്താ പറയുക, ഞാനൊരു ഗുഡ് പേഴ്സൺ ആണോ ബാഡ് പേഴ്സൺ ആണോ, അങ്ങനെ ഒരു അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും എന്തോ ഒരു വലിയ കഴിവില്ലായ്മ, ഇറ്റ് ഡസൻറ്റ് ഡിഫൈൻ അറ്റ് ഓൾ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ എന്തോ അവളുടെ ഒരു കുറവായിട്ടാണ് അവൾ പറഞ്ഞത്. ഐ വാസ് ലൈക്ക് കം ഓൺ, ഇതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ വി കണക്ട് വിത്ത് പീപ്പിൾ, വി ഹാവ് ഗുഡ് കോൺവെർസേഷൻസ് വിത്ത് ദം. അത് തന്നെയാണിത്, അവർ ഒഴുക്കിലങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായി കണ്ട് ഗുഡ് കോൺവെർസേഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. ആൻഡ് ഫൈനൽ ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ഡോണ്ട് ആസ്ക് ടു മെനി പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി അബൌട്ട് അവർ പാസ്റ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, അതിനെക്കുറിച്ച് ഡിഗ് ചെയ്ത് പാസ്റ്റ് ട്രോമാസിനെയൊക്കെ പുറത്തെടുക്കുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക. ഓൾവേസ് അവോയ്ഡ് ഡൂയിങ് ദാറ്റ്. അത് നിങ്ങളെക്കുറിച്ചൊരു നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് മറ്റേ വ്യക്തിക്ക് അൺകംഫർട്ടബിൾ ആകുന്നു എന്നല്ലാതെ ഇറ്റ് ഡസൻറ്റ് മേക്ക് ദ സിറ്റുവേഷൻ എനി ബെറ്റർ. അവിടെ ആരെയാണ് നിങ്ങൾ പ്രേമിച്ചത്? ആരോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത്? ജനിച്ചു വളർന്ന നാട്ടിൽ മനസ്സിൽ നിന്നും പിഴുതറിയാനാവാത്ത ഒരു കാമുകൻ സ്ഥാനം പിടിച്ചു പോയത് കൊണ്ടല്ലേ പുതിയ കാമുകന്മാരെ സ്വീകരിക്കാൻ മനസ്സ് വിസമ്മതിച്ചത്? ഒരാളുടെ പാസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരാളടുത്ത് പറയണമെങ്കിൽ അത് ഞാൻ വില്ലിംഗ്ലി അയാളോട് എന്താ പറയുക, എനിക്കത് തുറന്ന് പറയണം, അല്ലെങ്കിൽ ദ പേഴ്സൺ ഷുഡ് നോ എന്ന് എനിക്ക് തോന്നി ഞാൻ വില്ലിംഗ്ലി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അല്ലാതെ എന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കേണ്ടതല്ല എൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത്. സോ അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഇതൊക്കെയാണ് കുറച്ച് മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കുട്ടി പോയിന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒന്ന്, നിങ്ങൾ ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക, അത് പറയുക. ആൻഡ് മറ്റേ പേഴ്സൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻസ് ഒക്കെ നേരത്തെ അറിഞ്ഞു വെച്ചിട്ട് പോകുക. ഓക്കെ, ഇഫ് ദാറ്റ് മാറ്റേഴ്സ് നേരത്തെ തന്നെ അറിഞ്ഞു വെച്ചിട്ട് പോകുക. അല്ലാതെ ഈ ഡേറ്റിങ്ങിൻ്റെ ഇടയിൽ പൊളിറ്റിക്സ് പറഞ്ഞ് അടിയുണ്ടാക്കുക, ഓൾവേസ് അവോയ്ഡ് ദാറ്റ്. ഐ ഹാവ് ഡൺ ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത്. എനിക്കറിയില്ലായിരുന്നു ഈ പുള്ളിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഇത്ര അഫിലിയേഷൻ ഉണ്ടെന്ന്. ഞാൻ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ അത് അവസാനം അടിയിൽ ആണ് കലാശിച്ചത്. പിന്നെ നിങ്ങളൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണെങ്കിൽ ഓൾവേസ് ലെറ്റ് ദം നോ ഫസ്റ്റ്. ബിക്കോസ് പലരും, എസ്പെഷ്യലി ഗേൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബോയ്സ് ഇപ്പം അങ്ങനെയല്ല, പക്ഷെ എന്നാലും പലപ്പോഴും ആളുകൾ സ്ത്രീകളെക്കുറിച്ച് വിചാരിക്കുന്നത് വളരെ ഗള്ളിബിളായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിട്ടാണ്. സോ ഇഫ് യു ആർ എ വെരി സ്ട്രോങ് പേഴ്സണാലിറ്റി, അത് നേരത്തെ പറയുക. എന്തെങ്കിലും നിങ്ങൾ വളരെ ഡിയർലി ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് ഉണ്ട് എങ്കിൽ അതൊക്കെ നേരത്തെ പറയുക. സോ ദാറ്റ് യു ക്യാൻ അവോയ്ഡ് വേസ്റ്റിംഗ് എ ഡേ ഓൺ എ ഡേറ്റ്.
സോ ദിസ് ഇസ് ജസ്റ്റ് ദ ഫസ്റ്റ് പാർട്ട്. ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണം, ഡിസ്കഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡു ടെൽ മീ, ഐ ക്യാൻ കം വിത്ത് ദ സെക്കൻഡ് പാർട്ട് ഓൾസോ. ആൻഡ് ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡേറ്റിംഗ് എറ്റിക്വറ്റ്സ് ഉണ്ടെങ്കിൽ, ഡേറ്റിംഗ് മാനേഴ്സ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്, അഭിപ്രായങ്ങൾ പറയുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, ഫാമിലി, ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലാത്തവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, അത്രേ ഉള്ളൂ. ബൈ.